11ഓളം കടകളിൽ നിന്ന് കസ്റ്റമർക്ക് കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് സ്വർണം വാങ്ങിക്കുകയാണ്, ആഭരണങ്ങൾ വാങ്ങിക്കുകയാണ്. അങ്ങനെ ഒരു കിലോയിലധികം ആഭരണങ്ങൾ ഇവൻ കൈമലാക്കിയതിന് ശേഷം സഫർനാസിന്റെ ജ്വല്ലറിയിൽ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ നിലവിൽ തന്റെ ജ്വല്ലറിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഐറ്റംസ് ആണ് ചോദിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് സമീപത്തുള്ള 11ഓളം കടകളിൽ പോയിട്ട് വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ സഫർനാസ് ഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഏകദേശം 1 കിലോ സ്വർണ്ണമാണ് ഇയാളുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നത് കസ്റ്റമേഴ്സിന് മോഡൽ കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഉച്ചയോടുകൂടി ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനുണ്ട്. അയാൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് കോഴിക്കോട് കമ്മത്തിലൈനിലെ ജ്വല്ലറികളിൽ നിന്ന് സ്വർണം തട്ടിയെന്ന് പരാതി. 10 ജ്വല്ലറികളിലെ സ്വർണ്ണാഭരണങ്ങളുമായി ജ്വല്ലറി ജീവനക്കാർ മുങ്ങിയെന്നാണ് പരാതി. 948 ഗ്രാം സ്വർണ്ണമാണ് നഷ്ടമായത്. കോഴിക്കോട് നഗരത്തിലെ പ്രധാന സ്വർണ്ണ വ്യാപാര കേന്ദ്രമായ കമ്മത്തിലൈനിൽ കഴിഞ്ഞ ദിവസം അഥവാ തിങ്കളാഴ്ച വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കവർച്ചയാണ് നടന്നിരിക്കുന്നത്. കമ്മത്തിലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാളയത്തേക്ക് പോയിരുന്ന വഴിയിലാണ്. ആ ഏരിയയിൽ പോയിട്ടുള്ളവർക്ക് അറിയാം കമ്മത്തിലൈൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജ്വല്ലറികൾ ഒരേ സമയം ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കമ്മത്തിലൈൻ. ഇവിടുത്തെ നാഷണൽ ജ്വല്ലറി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് സഫർനാസ് എന്ന വെള്ളയിൽ സ്വദേശിയായ ഇപ്പോൾ പറമ്പിൽ ബസാറിൽ താമസിക്കുന്ന സഫർനാസ് ഈ ജ്വല്ലറിയിലെ ജീവനക്കാരനായിരുന്നു. ഏകദേശം 12 വർഷത്തോളമായി ഈ ജ്വല്ലറി തന്നെ ജോലി ചെയ്യുന്ന ആളാണ് സഫർനാസ്. അതുകൊണ്ട് തന്നെ കമ്പത്തിലയിലുള്ള മറ്റു ജ്വല്ലറിക്കാർക്കും ഉടമകൾക്കും സഫർനാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ്. കാരണം കഴിഞ്ഞ 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് അയാളെ ഇവിടുത്തെ ജീവനക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അയാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ അയാളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരം രീതിയിലുള്ള വലിയൊരു കവർച്ച നടന്നിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇത്തരം വിശ്വാസം തന്നെയാണ് സഫർനാസ് ഈ കവർച്ചയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച കേവലം 1 മണിക്കൂറിനകട്ടോ ഇതൊക്കെ സംഭവിച്ചത്. ഏകദേശം 1 കിലോന്റെ അടുത്ത സ്വർണ്ണമാണ് ഇയാൾ കവർന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, 1 കിലോന്റെ അടുത്ത് സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് എത്ര രൂപയായി? ഏകദേശം 1,30,00,000-ഓളം രൂപയായി 1 കിലോന്റെ അടുത്ത സ്വർണം ഇയാളെ കവർ ചെയ്ത്. ഈ കവർച്ച എങ്ങനെ നടന്നു നിങ്ങൾക്കറിയോ? അതായത് സഫർനാസ് നമ്മൾ നേരത്തെ പറഞ്ഞു 12 വർഷമായിട്ട് ഈ കമ്മത്തിലൈനിലെ ഒരു ജ്വല്ലറിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 12 വർഷമായിട്ട് ഇടതടവില്ലാതെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അവിടെയുള്ള മറ്റു ഷോപ്പിലെ ആളുകളൊക്കെ ഇയാളെ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്, എല്ലാവർക്കും പരിചയമുണ്ട്. ഈ ഒരു കവർച്ച എങ്ങനെ നടന്നതെന്ന് വെച്ചാല് സഫർനാസിന്റെ ജ്വല്ലറിയിൽ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെന്നും ഇപ്പോൾ നിലവിൽ തന്റെ ജ്വല്ലറിയിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഐറ്റംസ് ആണ് ചോദിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് സമീപത്തുള്ള കടകളിൽ പോയിട്ട് സമീപത്തുള്ള 11ഓളം കടകളിൽ പോയിട്ട് വിവിധ തരത്തിലുള്ള ആഭരണങ്ങൾ സഫർനാസ് ഷോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്തു പറഞ്ഞ കൊണ്ടുവരുന്നേ? വന്ന കസ്റ്റമർക്ക് മോഡൽ കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നേ. ഇത് മോഡൽ കാണിച്ചു കൊടുത്തിട്ട് പിന്നീട് ഈ മോഡലിൽ ഇവരുടെ ജ്വല്ലറി ഉണ്ടാക്കി കൊടുക്കും. ആ രീതിയായിരിക്കാം അവിടെ. അതുകൊണ്ട് തന്നെ 12 വർഷമായിട്ട് തുടർച്ചയായിട്ട് കാണുന്ന ആളല്ലേ സഫർനാസ്. അവിടെയുള്ള മറ്റു ജ്വല്ലറിക്കാർക്കൊന്നും യാതൊരു സംശയവും ഇതിലുണ്ടായില്ല. എന്തായാലും ഇത്തരത്തിൽ 11ഓളം ജ്വല്ലറിയിൽ നിന്ന് ഏകദേശം 1 കിലോ സ്വർണ്ണമാണ് ഇയാളുടെ ഷോപ്പിലേക്ക് കൊണ്ടുവന്നത് കസ്റ്റമേഴ്സിന് മോഡൽ കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട്. സ്വാഭാവികമായിട്ടും കമ്മത്തിലയിലുള്ള ഷോപ്പുകളിൽ അത്തരം പതിവുകളൊക്കെ ഉണ്ട്. കമ്മത്തിലയിൽ മാത്രമല്ല, ജ്വല്ലറികൾ കൂട്ടമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇത്തരം രീതികളൊക്കെ പതിവാണ്. ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. ഇവനെപ്പോലുള്ള പരമനാറികൾ ഇതിനെ ചതിക്കുന്ന ആരും ഓർക്കില്ലാലോ. അങ്ങനെ കസ്റ്റമേഴ്സിന് കാണാനും മോഡൽ വേണമെന്ന് പറഞ്ഞിട്ട് 11ഓളം ഷോപ്പുകളിൽ നിന്ന് ഇയാൾ ആഭരണങ്ങൾ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിനു ശേഷം ഏകദേശം ഉച്ചയോടുകൂടി ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനുണ്ട്. അയാൾ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഇയാൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ ഗ്ലാസ് അടച്ചു. ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ, താൽക്കാലിക ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് ഗ്ലാസ് വാതിൽ അടച്ചിട്ടൊക്കെയാണ് പോവുക. അത്തരത്തിൽ ഇയാൾ ഗ്ലാസ് ഡോർ ലോക്ക് ചെയ്ത ശേഷം ഈ താക്കോല് അടുത്തുള്ള കടക്കാരനെ ഏൽപ്പിക്കുകയാണ്. എന്താ അയാളോട് പറഞ്ഞാലോ, ഇയാളൊന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം, അപ്പോഴേക്കും മറ്റേ ജോലിക്കാരൻ വരും, അവൻ വരണേ അവന്റെ കയ്യിൽ താക്കോൽ കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് ഇവൻ പുറത്തേക്ക് ഇറങ്ങി. ആ പോയ പോക്കാണ് സഫർനാസ്. അയാൾ വെറും കൈയോടല്ല പോയത്. നേരത്തെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് സമീപത്തുള്ള ജ്വല്ലറിയിൽ നിന്നൊക്കെ വാങ്ങിയ ഏകദേശം 1 കിലോയോളം സ്വർണവുമായിട്ടാണ് സഫർനാസ് പോയത്. കുറെ സമയമായിട്ടും മോഡൽ കാണിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സ്വർണം കാണാത്തത് കൊണ്ട് ഈ ജ്വല്ലറിക്കാരൊക്കെ സഫർനാസിന്റെ ഈ ഷോപ്പിലേക്ക് എത്തുകയാണ്. ഷോപ്പിൽ എത്തിയപ്പോഴാണ് അവർ അന്തം വിടുന്നത്. ഷോപ്പ് അടച്ചിരിക്കുന്നു. അപ്പൊ മറ്റു ജ്വല്ലറിക്കാരൊക്കെ, അതായത് സഫർനാസ് ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട ജ്വല്ലറിക്കാരുണ്ടല്ലോ, അവർ കുറച്ചേരം കാത്തുക്കുന്നു. അതിനുശേഷം ആദ്യ സമയത്ത് ഊണ് കഴിക്കാൻ സഫർനാസിന്റെ സഹപ്രവർത്തകനായ ഒരാൾ പോയല്ലോ, അയാൾ തിരിച്ചു വരുന്നു, ഷോപ്പ് തുറക്കുന്നു. തുറന്നതിന് ശേഷമാണ് ഇത്തരം ഒരു കാര്യം ജ്വല്ലറിക്കാർ ആവശ്യപ്പെടുന്നത്.
ജ്വല്ലറിക്കാർ ഇത് ആവശ്യപ്പെട്ട സമയത്ത് സഫർനാസിന്റെ സഹപ്രവർത്തകനായ ആള് പറഞ്ഞു, ഇവിടെ അങ്ങനെ കസ്റ്റമേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് സ്വർണം കൊടുത്ത് എന്ന് അന്വേഷിക്കുന്നു. ഉടനെ തന്നെ ഈ ജ്വല്ലറിക്കാര് സഫർനാസിന്റെ മൊബൈലുമായി ബന്ധപ്പെടുകയാണ്. ആ സമയത്ത് സഫർനാസിന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇതോടുകൂടി ഈ ജ്വല്ലറിക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, തങ്ങളുടെ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒട്ടും വൈകില്ല, ഇവരൊക്കെ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. ഉദ്യോഗസ്ഥരെത്തുന്നു, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നു. ഏതായാലും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്, സഫർനാസിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഈ ഒരു കവർച്ചാ രീതി കണ്ടിട്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്. കാരണം കേവലം 1 മണിക്കൂറിനകം 1 കിലോയോളം സ്വർണവുമായി ഇയാൾ മുങ്ങണമെങ്കിൽ കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ അയാൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അയാൾ ഹൈഡാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടാവും, എവിടെ കൊണ്ടുപോയി ഇത് കൊടുക്കണം എന്നുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓണേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ അയാൾ മുൻകൂട്ടി തയ്യാറാക്കി കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്കറിയാം, പാളയം തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു പക്ഷേ ഇയാള് ഈ സ്വർണങ്ങളൊക്കെ കൈക്കലാക്കി ഒരു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എവിടേക്കെങ്കിലും ട്രെയിൻ കയറി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കോഴിക്കോട് തന്നെ എവിടെയെങ്കിലും ഹൈഡ് ആയിട്ടുണ്ടാവാം. എന്തായാലും തുടർച്ചയായി 12 വർഷത്തോളം തങ്ങൾക്ക് പരിചയമുള്ള ഒരാള് ഇത്തരത്തിൽ തങ്ങളെ വെളുപ്പിച്ചതിലുള്ള ഞെട്ടലാണ് കമ്മത്തിലെ ജ്വല്ലറി ഉടമകളും തൊഴിലാളികളൊക്കെ. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ജ്വല്ലറി ഉടമ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്കതൊന്നും നോക്കാം. 11ഓളം കടകളിൽ നിന്ന് കസ്റ്റമർക്ക് കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് സ്വർണം വാങ്ങിക്കുകയാണ്, ആഭരണങ്ങൾ വാങ്ങിക്കുകയാണ്. അങ്ങനെ ഒരു കിലോയിലധികം ആഭരണങ്ങൾ ഇവൻ കൈമലാക്കിയതിന് ശേഷം പിന്നെ ആ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാൾ ഊണ് കഴിക്കാൻ പോയ സമയത്താണ് ഇവൻ ചെയ്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാൾ തിരിച്ചു വന്നപ്പോൾ ഈ ഷോപ്പിൻ്റെ ഗ്ലാസ് ഡോർ അടച്ചിട്ടിട്ട് ഇയാൾ തൊട്ടടുത്ത കടയിൽ ചാവി ഏൽപ്പിച്ചിട്ട് പോവുകയുണ്ടായത്. അന്വേഷണം നടക്കുന്നുണ്ട്, പോലീസ് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്, അത് കണ്ടെത്തുന്നുള്ള പ്രതീക്ഷയിലാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവനെപ്പോലുള്ള ആളുകൾ കാരണം മാന്യമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവരെയും വിശ്വാസം നേടിയെടുത്തുകൊണ്ട് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടിയാണ് ഇത് ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇത്തരം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പരസ്പര വിശ്വാസമല്ലേ നഷ്ടപ്പെടുന്നത്. കമ്മത്തിലയിൽ നമുക്കറിയാം, ആളുകൾ വളരെയധികം സഹകരണത്തോടെ സ്നേഹിച്ച് പരസ്പര വിശ്വാസത്തോടൊക്കെ വ്യാപാരം ചെയ്യുന്ന സ്ഥലമാണ് കമ്മത്തിലയിൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരം വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി ഇവർ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇവരെ വലിപ്പിച്ച്. ഇയാൾ താമസിക്കുന്നത് പറമ്പിൽ ബസാറാണ്. ഇയാളെ യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് വെള്ളയിലാണ്, കോഴിക്കോട് വെള്ളയിലാണ്. ഇയാൾ താമസിക്കുന്ന സ്ഥലമാണ് പറമ്പിൽ ബസാർ. എന്തായാലും തങ്ങൾക്ക് വളരെ കാലം പരിചയമുള്ള ഒരാൾ പറ്റിച്ചതിന്റെ ഒരു ഭീതിയിൽ തന്നെയാണ് കോഴിക്കോട് നഗരം ഇപ്പം നിൽക്കുന്നത്. അവർക്ക് പരസ്പരം വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, 1 കിലോ സ്വർണ്ണമാണ് കൊണ്ടുപോയത്, 1 കിലോ സ്വർണം. എന്തായാലും നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് തിരികെ ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.